സത്യം അറിയച്ചല്ലേ നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. നമ്മള് ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇപ്പൊ ഇത് മനസ്സിലിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളായി. പക്ഷെ അതിന്റെ സമയം അതാണ് പറയുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നമ്മുടെ സമയം എടുത്തു അല്ലേ? ചിലവർ ആൾക്കാർ പറയില്ലേ 5 മണി ഞങ്ങള് 12 മണിക്ക് തുടങ്ങിയ അങ്കാണ് കേട്ടോ. ചോറും കൂടി ഉണ്ടിട്ടില്ലേ ഞാൻ, അതും വേണ്ടേ പറയാ. എന്താ നമ്മള് ഓരോന്ന് ചെയ്തിട്ട് അപ്പൊ എല്ലാരും ആവശ്യപ്പെട്ടതുപോലെ ഇന്ന് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നിക്ക് പോകാൻ പാടില്ലല്ലോ. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തെ ആകുമ്പോഴേക്കും വീഡിയോ ഇടണം എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ഇടണം വിചാരിച്ചാണ് കേട്ടോ. ഇത് രണ്ടും നമുക്ക് നടന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി വൈകുന്നേരത്തെ എന്തായാലും ഇടാതിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ തന്നെ വന്നു. എന്തമ്മ ഇനി അമ്മ കരയുണ്ടാവോന്നും ചെയ്യരുത് കേട്ടോ. അമ്മ കരയുന്നുണ്ടോ, എന്താണ് പ്രസ് ചേച്ചി അമ്മ കരയുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അമ്മ സങ്കടം വന്നാലും സന്തോഷം വന്നാലും പെട്ടെന്ന്, ഞാനും അങ്ങനെയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒരേപോലെ ആയി പോയല്ലോ എന്നാണ്. അപ്പൊ എന്തായാലും സുകന്യയുടെ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം ആധികാരികമായിട്ട് അനിയനും കൂടി വരട്ടെ, നടക്കാൻ പോവാണ്. ആള് വന്നിട്ട് നടക്കാൻ പോവാണ് കഴിഞ്ഞു പറഞ്ഞു. അതാ അപ്പൊ എന്താ സതിയേട്ട വായോ, വന്ന് പറയേ. കണ്ടോ അങ്ങോട്ട് നോക്കിയിട്ട് വേണ്ട അത്ര, ഇങ്ങോട്ട് വായോ ബാ. അപ്പൊ എല്ലാരും ചോദിച്ചിരുന്നില്ലേ അനിയനെ കണ്ടിരുന്നില്ല. ഇതാണ് കേട്ടോ, കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയില്ല. അപ്പൊ നമ്മള് തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷ തുടങ്ങുകയാണ്. നമ്മള് എത്രയോ മുന്നേ നമ്മള് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും. എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത്, എന്തെങ്കിലും ചെയ്യണം നമുക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ. നമ്മളായിട്ട് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ഇപ്പൊ സമയത്ത് നമ്മളായിട്ട് 8 മാസം. അപ്പൊ മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ദൈവം അത് തുറന്നു തരുമ്പോ നമ്മളത് മെല്ലെ മെല്ലെ അത് പിടിച്ചു കയറലാണ്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ ഇനിയും തുടർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സുകന്യയ്ക്ക് ഒന്നും പറയാൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി അല്ലാതെ നമുക്ക് അങ്ങനെ അവർക്ക് നമുക്ക് എന്ന് വെച്ചിട്ടല്ല, ഞങ്ങൾക്ക് സുകന്യ ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശമല്ല. ഞങ്ങൾക്ക് എല്ലാരും പറഞ്ഞതിന്റെ എന്താണ് ചെയ്യണേ, എന്താ സുകന്യക്ക് എന്ന് ചോദിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ പറയേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നൊരു വർത്താനോ അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ കുടുംബത്തിലില്ല. നമുക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങള് നിങ്ങൾ എന്നുള്ളൊരു വേർതിരിവ് ഇതുവരെ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ആരാണോ ഫസ്റ്റ് വാങ്ങണത്, ഫസ്റ്റ് ഓണക്കോടി വാങ്ങണത്, നമ്മളിപ്പോ സെറ്റ് സാരിയാണ് അധികം, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഫാൻസി സാരികള് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആരാണോ ഫസ്റ്റ് വാങ്ങണ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കസ്റ്റമർ അല്ല, നമ്മുടെ കുടുംബം. അപ്പൊ വാങ്ങണ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഒരു സമ്മാനം, നമുക്ക് താങ്ങുന്ന രീതിയിലുള്ള ഒരു സമ്മാനം. എന്താണോ ഫസ്റ്റത്തെ ഓർഡർ അതിനനുസരിച്ച് ഇനിയിപ്പോ സെറ്റ് സാരിയാണ് വെച്ചാൽ സെറ്റ് സാരി, സെറ്റ് മുണ്ടാണ് വെച്ചാൽ സെറ്റ് മുണ്ടിന്. അപ്പൊ രണ്ടിനും വേറെ വേറെ രീതിയിലല്ലേ ഓരോ സമ്മാനങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മള് ആദ്യം വിചാരിച്ചിരുന്നു അതിന് ചേരുന്നത്. അപ്പൊ പിന്നെയും പറയാണ് എല്ലാരും സപ്പോർട്ടും സതിയായിട്ട് എന്തെങ്കിലും പറയേ, അനുഗ്രഹമൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് ഇവർക്കുള്ള ഒരു ഇത് കേട്ടോ. എന്തെങ്കിലും പറയേ, സപ്പോർട്ട് ചെയ്യാൻ പറ, അങ്ങോട്ട് നോക്കി പറയൂ, അങ്ങോട്ട് നോക്ക്. കാരണം എന്താണെന്ന് വെച്ചാല് ഏട്ടനാണോ വെച്ചാലും അനിയനാണോ പറഞ്ഞു വെച്ചാലും ഇപ്പോഴാണൊന്ന് അനിയൻ കുറച്ചെങ്കിലും സംസാരിക്കും. പക്ഷെ ഈ ഫോണിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു മടി പോലെയാണ്. ഞാൻ എന്നിട്ട് പറയും എങ്ങനെ ശരിയാവുക, കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് വരണ്ടേ. അമ്മ അതിനെക്കാട്ടിലാണ്. അമ്മയ്ക്കിപ്പോ ഒരു 6-7 മാസം ഉണ്ണീനെ നോക്കാൻ പോയി വന്നപ്പോഴേക്കും അമ്മയ്ക്ക് തീരെ വർത്താനം പറയാൻ കിട്ടാതെ അമ്മ പറയാണ്, ഞാൻ എന്താ വീഡിയോയിൽ പറയുക, ഞാനൊക്കെ മറന്നുപോയിന്ന്.
അപ്പൊ എന്തായാലും കാണിക്കല്ലേ എന്നാ കാണിക്കാം. തുടങ്ങല്ലേ? ഇവിടെ എന്തെങ്കിലും അറിയണുണ്ടോ നോക്കി? അത് സാരില്ല, അവന് നോക്കണ്ട. അവന് നോക്കണ്ട. അപ്പൊ ഇതില് സൗണ്ട് പൊന്നൂന്റെ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാവും. ചില ഉദ്ഘാടന കൊണ്ടാണ്. അത് സന്തോഷല്ലേ? ഇതാ കണ്ടോ അമ്മൊക്കെ വന്നിക്കണത്. അമ്മ എങ്ങനെയുണ്ട് സെലക്ഷൻ? എല്ലാവർക്കും ഇഷ്ടായിട്ടോ. എന്താ വെച്ചാ അവള് മേടിക്കണം പറഞ്ഞിട്ട് നിൽക്കാണ്. അമ്മൂനും അച്ചൂനും അമ്മൂനും അച്ചൂനും അല്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് ഫസ്റ്റ് ആയിട്ട് അവർക്ക് എന്താ ചാച്ചൻ്റെ അടുത്ത് കുഞ്ഞച്ചൻ്റെ അടുത്ത് വാങ്ങണം. ഞങ്ങൾ വാങ്ങിയിട്ട് കുഞ്ഞച്ചൻ ഐശ്വര്യം ഉണ്ടോ നോക്കട്ടെ എന്ന് അത് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവര്. അപ്പോൾ നമുക്ക് കാണിച്ചു തന്നാലോ? പാസ് അതെ കേട്ടോ, ഫസ്റ്റ് ഇത് കാണിച്ചു കൊടുക്ക്. വായോ വായോ കണ്ടോ? അമ്മ കാണിച്ചു കൊടുക്കുക. ബാബാ അമ്മ കാണിച്ചു കൊടുക്കുന്ന. അപ്പോ ഫസ്റ്റ് തുടക്കം നമ്മുടെ അമ്മയാവട്ടെ അല്ലേ? കാണിച്ചു കൊടുക്കമ്മ. കയ്യോട്ട് സെറ്റ്. അമ്മയ്ക്ക് അതിനെ പറ്റി അറിയില്ല. സെറ്റ് സാരിയാണ്. അപ്പോൾ ഇത് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന എന്താ സെറ്റ് സാരിയാണ് കേട്ടോ, വിത്ത് ബ്ലൗസ് അടക്കം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായോ? കണ്ടോ, ഇതാണ്. അപ്പൊ ഇത് വല്ലാണ്ട് ഞാൻ സാരി ഇത് നമ്മുടെ കണ്ടോ നല്ല മൊത്തം ഗോൾഡൻ കളറാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ഈ ഭാഗത്തും എനിക്ക് വല്ലാണ്ട് പറഞ്ഞു തരാമെന്ന് അറിയില്ല, അറിയുന്ന പോലെ. എന്തായാലും ബ്ലൗസ് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ. ബ്ലൗസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് സാരി കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ അല്ലേ സോനി കൊടുക്കില്ലേ? എന്താ വെച്ചാൽ നമുക്ക് ഇത്ര തിരക്കൂട്ടിട്ട് ഇന്നെ അത് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ട് നമുക്കിപ്പോ അത് അതിന് പറ്റില്ല. കാരണം ഡ്രസ്സൊക്കെ കാണിക്കാനുള്ള സമയമില്ല. ഇത് ഈ സാരി വന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളറാണ് കേട്ടോ. നല്ല ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. നല്ല ഒതുക്കുള്ള കളറാണ്. അപ്പോ പിന്നെ ഈ ഒരു സാരിയാണ് കേട്ടോ. ഈ സാരിക്ക് വിത്ത് ബ്ലൗസ് ഉള്ളതാണ്. ഇതും സെറ്റ് സാരിയാണ്. ഇതിന്റെ പല കളറുകളും ഉണ്ട് കേട്ടോ. ഒരു കളറുകൾ മാത്രമല്ല, പല കളറുകളും ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. കണ്ടോ, ഇതിന്റെ ഒരു യെല്ലോ ഷെയ്ഡ്, ഓറഞ്ച്, നീല. അപ്പൊ ഇതിന്റെ ഇതും ഒരുപാട് കളറുകളുണ്ട്. ഇതിലിതാ കണ്ടോ, നല്ല ചന്തള്ള കളറുകളല്ലേ. ഇതിന് സെപ്പറേറ്റ് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. കണ്ടോ, ഇതാ ഇതും എനിക്ക് എല്ലാ സാരിയും ഇഷ്ടമായിട്ടോ. നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ സാരി ഇഷ്ടമല്ലാതിരിക്കുക. അപ്പോൾ ഇതാ ഇതും കണ്ടോ. പക്ഷെ ഇതിന്റെ ബ്ലൗസിനും മുന്താണിക്കും വേറെ വേറെ കളറല്ല ഡിസൈൻസ് ആണ് കേട്ടോ. കാരണം ഇതാ എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് ബ്ലൗസും ഇതേപോലെയാണ് വരിക. അതേപോലെ മുന്താണി ഇതേപോലെയാണ് കേട്ടോ വരിക. ഉടുക്കാൻ ഇതാ ബ്ലൗസ് ഇതാട്ടോ വരിക. ഇതാ കണ്ടില്ലേ, ഇതിന്റെ തന്നെ പല കളറുകളാണ്, ഒരു കളറുകൾ മാത്രമല്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നൂർത്തി കാണിച്ചു തന്നാണ്. ഇതാണ്ടോ, കണ്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം ഉടുക്കാനും പറ്റും. നമുക്ക് ഉടുത്തു കഴിഞ്ഞു വെച്ചാൽ ഒതുങ്ങി നിൽക്കും ചെയ്യും. ചില സാരികളൊക്കെ നമ്മൾ ഉടുക്കുമ്പോൾ കാണാറില്ലേ പടപടാ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെയല്ല കേട്ടോ. ഇത് എടുത്തു നിൽക്കുമ്പോഴേ ഇതേപോലെ തന്നെ വർക്കുകൾ വരുന്നതാണ് കേട്ടോ. മുന്താണിയുടെ അവിടെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസും വേറെ കളറാണ് വരുന്നത്. ഇതും നല്ല നമ്മൾ കാണിച്ച അതേപോലെ തന്നെ അത് ഓഫ് വൈറ്റ് ആണ് മാത്രം. അത് മാത്രം. പക്ഷെ എന്താ രണ്ടും എടുക്കുക, അതിനടുത്ത് ശരി. ഇതും നൂർത്തണില്ല. ഇതും വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ. എല്ലാത്തിനും എന്താ കണ്ടോ ഈ മയില്. കാരണം എന്താണെന്നറിയോ, നൂർത്തി കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇതും കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്ക് ഇഷ്ടമായിട്ടോ. കാരണം ഇതിന്റെ കര വ്യത്യാസമുണ്ട്. കസവ് എന്ന് പറയുന്നത് കര കണ്ടോ, ഒരു വെള്ളിക്കര. വെള്ളിക്കരയിൽ ബ്ലാക്ക് വന്നിട്ട് അതേപോലെ ഇതില് മയിലുകൾ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. സെയിം ആണ്, മയിലിന് മാത്രം ഓരോ മയിലും ഓരോ ഷേപ്പാണെന്ന് മാത്രം. കാണാൻ നല്ല രസമുണ്ട്. ഫുൾ വരുന്നത് കണ്ടോ, ഇതാ ഇവിടേക്ക് വരുന്നത് ഇതാ കണ്ടോ, ഇങ്ങനെ ഡിസൈൻ വരുന്നതിൽ ഇടയിൽ കൂടെ ഇതാ ഇതേപോലെ മയിൽപ്പീലിയുടെ ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ തന്നെ ഇതാ മയിലുകൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഡിസൈനൊക്കെ എങ്ങനെ ഉണ്ടമ്മോ
എല്ലാവർക്കും ഇഷ്ടമായോ? ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊന്ന് ഞാന് അല്ല നമുക്ക് ആകെ അവിടെ പോകുമ്പോൾ ആകെ പേടിണ്ടായിരുന്നത് നല്ല കളക്ഷൻ കിട്ടില്ലേ എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞത് ഞാൻ വിചാരിച്ചു ഭഗവാനെ, കാരണം നമ്മൾ കടം വാങ്ങിയിട്ടാണ് പോണത്, നമ്മുടെ ശ്രദ്ധക്കുറവും കൊണ്ട് തുണി, കാരണം നമുക്ക് അത്ര സെലക്ഷനൊന്നും ഇല്ല എന്താ അപ്പോൾ മോശമാവരുതേ എന്നുള്ളത് നല്ലൊരു ഇതുണ്ടായിരുന്നു. ദൈവത്തിന്റെ കുറിച്ചാണോ എന്തോന്നും അറിയില്ല, നമുക്ക് കിട്ടുകയും ചെയ്തു. എനിക്ക് ഇതൊക്കെ സത്യം പറയാ വെച്ചാല് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി വീഡിയോയിൽ എത്രത്തോളം അറിയില്ല, നമുക്കത് ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടെണ്ണം കാണിച്ചു കൊടുത്തില്ലേ. അപ്പോൾ അടുത്തത് ഇതാട്ടോ കള്ളിക്കള്ളി. എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒന്നുണ്ട്, നമ്മുടെ ഇവിടെ എന്താ കണ്ടോ, കാണാൻ നല്ല രസമുണ്ട് അല്ലേ, കസവൊക്കെ നന്നായിട്ട്. നമ്മളിത് നൂർത്തി കാണിക്കണില്ല കേട്ടോ, നൂർത്തി കാണിക്കുക പറഞ്ഞു വെച്ചാൽ മടക്ക് അതുണ്ടോ. എനിക്ക് ഈ ഒരു കളറിനെക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടമായി ആ ഒരു പച്ച കളർ. നമുക്കിത് രണ്ടെണ്ണം ഇപ്പോൾ തൽക്കാലം നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. ഫുൾ കളർ കിട്ടും, എല്ലാ കളറും കിട്ടും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറയാലേ. അതെ. ഇനി അടുത്തത് മയില്. ഗംഭീര സാധനം, എനിക്ക് ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ സാരി എടുക്കുന്ന സമയത്ത് ഇത് ഏറ്റവും മുകളിലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എടുത്തു തരുന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ സുകന്യയുടെയൊക്കെ അത്ര ഉയരമുള്ള ആൾക്കാരായിരുന്നു ഒരു അല്ലേ. അപ്പോൾ ഞാൻ അതിന്റെ മുകളിലേക്ക് കയറി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് അപ്പോൾ ഇതില് ഈ സാരി ഇതാ ഇതേപോലെ മയില്, പക്ഷെ ഇതിന്റെ കണ്ണില്ലേ, നല്ല വർക്കുണ്ട്. ഈ കണ്ണ് കണ്ടോ, കണ്ണിന് മാത്രം നീല കളറാണ് വെച്ചാൽ ഒന്ന് പച്ച, ഒന്ന് റോസ്, ഒന്ന് നീല, ഒന്ന് കറുപ്പ്, ഓറഞ്ച്. അപ്പോൾ ഇങ്ങനത്തെ കളറുകൾ ഇതും ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ കണ്ടോ, വൺ സൈഡൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റി വെച്ചാൽ ഇപ്പോൾ അധികം നമ്മളൊക്കെയെന്ന് വെച്ചാലും വൺ സൈഡ് അല്ലേ ഉടുക്കുക അധികം, ചില ആൾക്കാർ കേട്ടോ. എല്ലാവരും വൺ സൈഡ് ഉടുക്കുന്നു ഞാൻ പറയില്ല, ഞാനൊക്കെ അധികം ഇടയ്ക്കൊക്കെ പോകുമ്പോൾ വൺ സൈഡ് ഉടുക്കാറുണ്ട്. വൺ സൈഡ് ഉടുക്കുക വെച്ചാൽ ഒന്നും കൂടി നന്നായിരിക്കും അല്ലേ. ഞാൻ ഉടുക്കില്ല ഒന്നും. അല്ല, ഇനി നാളെ മുതൽ ഏട്ടനെ കൂടെ ഉടുത്തോളൂ. സതിയേട്ടന് എന്തൊന്നും പറയാത്തത്, എന്ത് പറയുന്നത്. അപ്പോൾ ഇതാണ്, ഇതും ഉണ്ട് കേട്ടോ. ഇത് അനിയേട്ടനെ ഈ സാരികളിൽ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായ സാരി അനിയേട്ടന് ഇതാണ് കേട്ടോ. അനിയേട്ടൻ ഇത് അങ്ങോട്ട് പോകുമ്പോഴും ഇതെങ്ങനെയുണ്ട് ചോദിച്ചു, ഇത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു മുപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാരിയാണ്. ഇതിന്റെ ഇവിടേക്ക് ഇങ്ങനെ ഇത് കൊടുക്കും കൊണ്ടില്ലേ, നല്ല കട്ടിയുണ്ട് ഇത്. പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ. ഇതും നമ്മുടെ കണ്ട മൾഗോട്ടൻ സാരി കണ്ട, ഏത് നല്ല രസമുണ്ടെന്ന്. കളറുകൾ കണ്ടോ, എല്ലാ രസമുണ്ട്. അത് തന്നെയാണ് നമ്മള് എടുക്കാൻ വേണ്ടി പോയി നോക്കുമ്പോ എല്ലാം എടുത്തിട്ട് വരാൻ തോന്നുന്നത് തുണികളാ, എല്ലാം എടുത്തിട്ട്. പിന്നെ അത് മാത്രല്ല കേട്ടോ, നമുക്ക് ഈ ഒരു കളർ കണ്ടോ, ഇതൊക്കെ നമ്മൾ എന്താ വിചാരിച്ചെന്നറിയോ, എനിക്കൊക്കെ സാരി ഉടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒതുക്കല്ലാത്ത സാരി ഉടുക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് സാരി ഉടുക്കാനേ പറ്റില്ല. പക്ഷെ എന്നാൽ ഒതുക്കമുള്ള സാരിയൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ വേഗം ഉടുക്കലും നടക്കും. ഈ കളറൊക്കെ എങ്ങനെയുണ്ട്, അമ്മുട്ടി പറയണേ. ഇതിന് സിമ്പിളായിട്ട് അമ്മുട്ടി പറയുന്നത്. അപ്പൊ ഇതാ ഇതിന്റെ കളറുകൾ കണ്ടോ, ഇതാട്ടോ 3 കളറേ ഉള്ളൂ. അപ്പോൾ നമ്മള് 3 കളർ പറഞ്ഞില്ലേ, 3 കളറല്ല കേട്ടോ, 4 കളറുണ്ട്. ഇതാ അമ്മ പറയുന്ന പോലെ സിമ്പിൾ ഇതാ 4 കളർ. പിന്നെ ഇതാ കണ്ടോ, ഇതിലിവിടെ കണ്ടോ ഈ സൈഡൊക്കെ അത് ഡോസ് കമ്മിയാവുമ്പോ ഇതാ ഇങ്ങനെയുള്ള വർക്കുകളാണ് കേട്ടോ. ഇതാ ഇവിടെ കണ്ടോ, ഇത് കൂടെയൊക്കെ ഇതും കറുപ്പ് ഇതേപോലെയാണ് നമ്മുടെ താഴത്തെ വശത്തും മുകളിൽ വശത്തും വരുന്നത് ഈ ഒരു വർക്കും. പിന്നെ ഉള്ളിൽ കൂടെ വരുന്നത് ഇതാ കണ്ടോ, ഈ ഒരു വർക്കുമാണ് കേട്ടോ. സെറ്റ് സാരിയാണ്. ഇതും വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത്.
പിന്നെ ഇതിൻ്റെ ബ്ലാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറ് കറുപ്പാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള കളർ കറുപ്പാണ്. ഞാൻ എവിടെ പോയാലും കറുപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കും കേട്ടോ. അനിയേട്ടൻ പറയും കറുപ്പ് എടുക്കുകയേ ചെയ്യണ്ട പറയും. പക്ഷെ കറുപ്പിനൊരു ഭംഗിയല്ലേ കാണാൻ. ഇതാ അതേപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ കണ്ടോ. ഇത് അതിനെക്കാട്ടിലും ഒന്നിനൊന്ന് മെച്ചം. ഇതാ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വർക്കുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനത്തെ ഒരു വർക്കുകളാണ് കേട്ടോ വരുന്നത്. ശരിയല്ലേ? ഇതും ഇതാ ചെറുപയർ പച്ച. പച്ച കളർ ഇഷ്ടമുള്ളവർ ആരായുള്ളത്? ഇവിടെ ആരും ഇഷ്ടല്ലേ? എനിക്ക് പച്ച കളർ ഇഷ്ടമാണ്. ഇതാ ഇതും ഇതേപോലെ പ്രിന്റ് വർക്കുകൾ പച്ച കളർ സെയിം ആണ്. ഇനി മറ്റേതും കൂടി ഈ കളർ ആർക്കാ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതെന്ത് കളറാ? ഈ കളറ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഇതെന്ത് കളറാ? ഇതെന്ത് കളറാട്ടാ? അത് നീല. ഇത് നീല. ഞാനതാ ചോദിച്ചത് എന്ത് കളറാണ്. ഓ മിക്സഡ് കളർ. സിംഗിൾ കളർ അല്ല. ഇവിടെയും കണ്ടോ, ഇതൊരു ലൈറ്റ് നീല വരുന്നുണ്ട്. ഇത് രണ്ടും പാടെ മിക്സ് ആയിട്ടുള്ള കളറാണ് വരുന്നത്. അപ്പോൾ ഇത് അടുത്ത് സെറ്റ് സാരിയാണ് കേട്ടോ. ഇതിന് വിത്ത് ബ്ലൗസ് ആണ്. ഇതിന്റെ വരുന്ന ഇങ്ങനെയുള്ള വരുന്ന വർക്കുകൾ ഇതാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വരുന്നത് കണ്ടോ, ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഓരോ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പിന്നെ ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വരുന്നതാണ്. ഇത് മൂന്നെണ്ണം കണ്ടോ. ഇതാ ഇതും സെയിം പൂവാണ്. അപ്പോൾ ഇനി തുറന്ന് കാണിക്കില്ല കേട്ടോ. ഇതും അതേപോലെ തന്നെ ഉള്ളിലുള്ള വർക്കുകളൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അമ്മ പറയുന്ന പോലെ ഒരുപാട് ഹെവി വർക്കില്ലാണ്ട് സിമ്പിളായിട്ടൊക്കെ ഉടുക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ. ഒരുപാട് വർക്കുകളും ഇല്ലല്ലോ, പക്ഷെ കാഴ്ചക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. കറുപ്പ്, അതിൽ വെള്ളിയുടെ കര വന്നിട്ട് കണ്ടോ, നല്ല സെറ്റ് മുണ്ട്. എനിക്ക് സെറ്റ് സാരീനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സെറ്റ് മുണ്ടാണ് കേട്ടോ. സെറ്റ് മുണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉടുക്കാനും പറ്റും. ഉടുത്ത് കഴിഞ്ഞു വെച്ചാൽ എങ്ങനെ പറയും, ഒരു ആനച്ചന്തമൊക്കെ ഉണ്ടാവും പറയില്ലേ, അങ്ങനെ. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് സെറ്റ് മുണ്ടാണ് കേട്ടോ ഇഷ്ടം. ഞാൻ പൊതുവേ സെറ്റ് അച്ഛമ്മയ്ക്ക് അമ്മയ്ക്ക് ഏതായാലും അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അധികം സെറ്റ് മുണ്ടുകളാണ് കേട്ടോ. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, സാരി ഉടുക്കണേക്കാളും ഞാൻ സെറ്റ് മുണ്ടുകൾ അധികം ഉടുക്കാറ്. ഇതും സെറ്റ് മുണ്ടാണ് കേട്ടോ. എന്താ അമ്മ എന്തെങ്കിലൊന്നും പറയാത്ത? ഈ കളർ നന്നായിട്ടുണ്ടല്ലേ. ആ പിന്നെ ഇതിൻ്റെതാ പച്ച കളർ കണ്ടോ. ഇതാ ഇതേ ഡിസൈനാണ്, സെയിം ഡിസൈനാണ്, പക്ഷെ പച്ച കളർ കണ്ടോ. നന്നായിട്ടുണ്ട്, രണ്ടും നന്നായിട്ടുണ്ട്. രണ്ടും നല്ല രസം. ഇതിൻ്റെയൊക്കെ കളറുകൾ കിട്ടാണ്ട് ഇനി ഇതിൻ്റെയൊക്കെ കളറുകൾ കിട്ടാണ്ട് കേട്ടോ. ആ പിന്നെ ഇത് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ തന്നെ കുറേ കളറുകളാണ്. അപ്പോൾ ഇതാ കണ്ടോ, സെയിം പറഞ്ഞ പോലെ. ഇതും മയില് ഇരിക്കട്ടെ, മയില കണ്ട് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഇത് അതല്ല, ഇത് അനിയന്റെ സെലക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ അനിയേട്ടൻ്റെ സെലക്ഷനാണ്. ഇത്രയും ഡ്രസ്സ് എടുത്തതിൽ എന്താ ഏട്ടന് ഇഷ്ടമായിട്ട് എടുത്തതാണിത്. അപ്പോൾ ഇതിന്റെ ഇതിന് പല കളർ ചേഞ്ചുകളും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ഏത് കളറാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എന്താ അല്ലേ, എല്ലാ കളറും ഉണ്ട്. ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ഒന്ന് പറയണേ. കാരണം എനിക്ക് തുണിയെടുക്കാൻ അനിയേട്ടനോട് പോകുമ്പോഴല്ലേ ഭയങ്കര ഒരു പേടിയാണ്. കാരണം അനിയേട്ടൻ തുണിയെടുക്കുമ്പോൾ ഇങ്ങനെ തെരഞ്ഞ് പോകും. ഞാനാണ് പറഞ്ഞു വെച്ചാൽ നമ്മളങ്ങനെ തിരയുമ്പോൾ നമുക്കത് നോക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ലേ, ആ തുണി നമ്മൾ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. ഏട്ടനെ അങ്ങനെയല്ല, തിരയും. എനിക്ക് തുണിയെ കുറിച്ച് അറിയാം. ഞാൻ കുറെ കൊല്ലം തുന്നലിന് പോയതും കൊണ്ട് അപ്പോൾ തെരഞ്ഞ് തുണി പിടിച്ച് നോക്കിയിട്ട് ഏട്ടൻ പറയും കേട്ടോ. അതിലിങ്ങനെ നോക്കിയിട്ട് അതിൽ ഏതാ ഇഷ്ടമായിച്ച എടുത്തോ പറയും. അങ്ങനെയാണ് തുണി. കാരണം തുന്നൽ
തുന്നലിന് പോണ ആൾക്കാർക്കും അതേപോലെ തന്നെ തുണിക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും അറിയാലോ തുണീനെ പറ്റിയിട്ടുള്ളത് അല്ലേ. സെയിം കളർ എന്താ ഡിസൈനിൽ ഇതാ ഇത്രയും കളറുകളുണ്ട് കേട്ടോ. ഒരേപോലെ കളറുകളുണ്ടല്ലേ? കളറുകളുണ്ട്. ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീൻ തോന്നും കാണുമ്പോൾ പെട്ടെന്ന് ഒരേപോലെ തോന്നും. അതെ. ബ്രൗണും റെഡും വരുമ്പോൾ പെട്ടെന്ന് ഒരേപോലെ തോന്നും. പിന്നെ ഇതും നമ്മുടെ എങ്ങനെ പറയാ സെറ്റ് സാരി ഇല്ല, സെറ്റ് മുണ്ട്. കണ്ട ഇവരെല്ലാവരും ഇല്ലേ ഇത് സാരിയാണെന്ന് വിചാരിച്ചിട്ട് സെറ്റ് മുണ്ടാണ് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. അമ്മു എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് കളറുകൾ വരുന്ന കണ്ടോ. രണ്ട് വീഡിയോ കൂടെ ഇത് പച്ച കളറ്, ഇത് പിങ്ക് അല്ലേ? മെറൂൺ ഷെയ്ഡ്. അച്ചു മറ്റേയും കൂടി എടുക്ക്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ കേട്ടോ. ഇത് എടുക്കണില്ല. ഇത് നമ്മുടെ കണ്ടോ കളർ ഗോൾഡൻ. ഇത് ഫുൾ ഗോൾഡൻ അല്ലേ? ഗോൾഡൻ ആണ്. പിന്നെ ഇതും ഏത് ഞാനും ഇതും അതേപോലെ തന്നെ സെറ്റ് മുണ്ടാണ്. പക്ഷെ ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊരു പൂവാണ്. കണ്ടോ സൺഫ്ലവർ. സൺഫ്ലവറാ ഇതും കേട്ടോ. ഇതൊന്നുണ്ട്. നമ്മൾ നിങ്ങൾ വാട്സപ്പ് നമ്പർ അപ്പോൾ നമുക്ക് ഫുള്ള് എല്ലാം ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിൽക്കണ്ട. കാരണം ഇന്നിപ്പോൾ അതിന് സമയം കിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് 1-2 ദിവസത്തിനുള്ളോ അല്ലെങ്കിൽ നാളെ വേണ്ട. നാളത്തെ ഇന്ന് ഒക്കെപ്പാട് തിരക്കാവും നാളെ. അപ്പോൾ നാളെ വേണ്ട, നാളത്തെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ളത് കാണിക്കാം. അപ്പോൾ ആവശ്യക്കാർ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് കൂടെ അതിൻ്റെ ഫുള്ള് ഫോട്ടോയും ഡീറ്റെയിൽ അയച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല വീഡിയോയിലൊക്കെ ഒപ്പെടുത്ത് ആവില്ല, എഡിറ്റ് ചെയ്താവില്ല. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഫാൻസി സാരികളുണ്ട്, അതേപോലെ കോട്ടൺ സാരികളുണ്ട്. കാരണം നമ്മുടെ പ്രായത്തിലുള്ളവർക്ക്, എൻ്റെ പ്രായത്തിലുള്ളവർക്ക്, അതേപോലെ തന്നെ എങ്ങനെ പറയല്ലേ ജോലിക്ക് പോണവർക്ക് ഒരുപാട് സാരി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതെന്താന്നാ നമ്മൾ തുടക്കം നമ്മുടെയൊക്കെ ഓണല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡ്രസ്സുകളാവുമ്പോൾ ഒന്നും കൂടി ഉപകാരമാവുമല്ലോ. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ സെറ്റ് സാരി സെറ്റ് കൊണ്ടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓണത്തിന് അതല്ലേ പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് എടുത്തത്. പിന്നെ എന്താ പറയാ, എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ഒന്നും എന്തെങ്കിലും പറയേ, എന്ത് മുറുക്കം പറ. എല്ലാരും സപ്പോർട്ട് ചെയ്യാ. നമ്മള് നമുക്ക് തുടക്കത്തിൽ പറയാനറിയാം. നമ്മളൊക്കെ എങ്ങനെ തന്നെയായിരുന്നു. ചാച്ചനെ കളിയൊക്കെ നോക്കും കുട്ടികള്. അപ്പോൾ ഇതിൽ പോരായ്മകൾ ഉണ്ടാവും. നമുക്ക് തുണീനെ പറ്റി പറഞ്ഞു തരാനും അറിയില്ല. കാരണം നമുക്ക് ഇതിന്റെ ഒന്നും കച്ചവടം ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പണിയെടുത്ത് ജീവിക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, നമുക്ക് കച്ചവടത്തിന്റെ തന്ത്രങ്ങളോ കള്ളത്തരം പറയാനൊന്നും അറിയില്ല. ഉള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലത് ഒരാൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം 10 രൂപ മുടക്കുമ്പോൾ 10 രൂപയ്ക്കുള്ള മൂല്യം ഇതിലുണ്ടാവും. പിന്നെ നമ്മൾ പൈസ പറയുമ്പോൾ ഈ കൊറിയർ ചാർജും കൂടി കൂട്ടിയിട്ടുള്ള പൈസയാണ് കേട്ടോ പറയുള്ളൂ. അത് നമ്മൾ അത് പിന്നീട് നിങ്ങളടുത്ത് എന്തായാലും അവിടെ നിന്ന് വാങ്ങുമ്പോൾ അവർ ചോദിക്കില്ല. അത് ചോദിക്കില്ല. കാരണം കൊറിയർ ചാർജും കൂടി അടക്കാണ് കേട്ടോ തരുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മള് തരുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തിലെ കാര്യം നോക്കില്ല, അതിന് പുറമേ ഓർഡർ ആരെങ്കിലും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് മാറ്റങ്ങൾ ഉണ്ടാവും. അതപ്പോ നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കട്ടെ. നമുക്കറിയില്ല അതിന് പുറത്തേക്ക് എത്ര വരിക എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയുണ്ട് സെലക്ഷൻ എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ സെലക്ഷനും പറയണ്ടേ, കളക്ഷനും ഇവരൊന്നും ചെയ്തില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നല്ലാണ്ട് നമ്മൾ ഒരു സാധനം ഇതുവരെ വിറ്റിട്ടില്ല. അപ്പൊ അതിന്റെ പരിചയക്കുറവ് നല്ലുണ്ട്. പിന്നെ എന്തായാലും എല്ലാവരെയും മനസ്സറിഞ്ഞ സഹായം, സപ്പോർട്ടും പ്രാർത്ഥനയും അതേപോലെ നിങ്ങളുടെ ഒരു വേണം. തുടക്കാവുമ്പോ എല്ലാവർക്കും ഒരു മടിയല്ലേ. നമ്മളും തന്നെ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു പറഞ്ഞിട്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. സതിയേട്ടാ പറഞ്ഞോ, സപ്പോർട്ട് ചെയ്യുക.
എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. എന്താ നല്ല നല്ല കളക്ഷനൊക്കെ ആയിട്ട് വരാം. പറഞ്ഞു കൊടുക്കുമാര് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് കേട്ടോ. എന്താ അനിയൻ്റെ നമ്പറാണ്. അപ്പോൾ അത് കാരണം പ്രസ്റ്റീജിനെ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഫോണ് അവരുടെ അടുത്താവും. അല്ല, മാക്സിമം എല്ലാവരും വാട്സപ്പ് കൂടെ ബന്ധപ്പെടാനും ഓർഡർ തരാനും ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് സഹായമായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ ബ്രസീലിലെ സമയത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിലും വിശേഷങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയണ്ടാവും. ഒരുപാട് സമയം പോവും. അപ്പോൾ അതെന്താ വെച്ചാൽ അത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് ആവും ചിലപ്പോൾ. അത് വിചാരിച്ചിട്ടാണ്. ഒന്നും ആരും വിഷമം വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ പറയാൻ വേറെ നമ്പറുണ്ട്. അപ്പോൾ അതുകൂടെ വിളിച്ച വിശേഷങ്ങളൊക്കെ പറയാം. അല്ല, ഇത് അനിയന്റെ ആകെ നമ്മുടെ കയ്യിൽ ഒരു ഫോണാണ്. ആ ഫോണിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ അത് കാരണം നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഉള്ള സമയത്ത് വൈകുന്നേരത്തൊക്കെ വരുമ്പോഴാണ് കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കോള് ആരും ചെയ്യരുത്, വാട്സപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. എന്താ വെച്ചാല് ഇപ്പൊ എന്റെ അടുത്തോ സുകന്യയുടെ അടുത്തോ ആണോ എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ അവരുടെ അടുത്താവുമ്പോ അവർക്ക് പുറത്തായിരിക്കും, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അല്ല, എന്തൊക്കെയാണ് പറഞ്ഞാലും ഓർഡറിന്റെ കാര്യങ്ങൾക്കൊന്നും ഡിലേ വരില്ല. എന്താ വെച്ചെങ്കിൽ നമുക്ക് ഒരു മാക്സിമം എത്ര പെട്ടെന്ന് ഓർഡർ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ രീതിക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒരു പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് ശീലമുള്ളവരുണ്ടെങ്കിൽ, കാരണം നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ പലതും നമ്മളോട് പറയണ്ടാവും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താവട്ടെ നമ്മളത് എന്താ പറ്റണതാണോ വെച്ചോട്ടോ. അല്ലാതെ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശങ്ങൾ തന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെറിയ രീതിക്ക് തുടങ്ങിയിട്ടുള്ളൂ. ആ രീതിക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സഹായമാവും. എന്തായാലും ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ ഇനി അതന്നെയല്ലേ പറയാനുള്ളൂ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് കേട്ടോ. അതിൽ നമ്പർ തരുന്നതിലേക്ക് നിങ്ങൾ ഓർഡർ അയച്ചാൽ മതി. വേണ്ടതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരാം കേട്ടോ. അതിൽ അയച്ചു തരുമ്പോൾ നിങ്ങളൊരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓർഡർ നമ്പറും കൂടി വെച്ചിട്ട് നമ്മൾ ഓരോന്നിൻ്റെ അയച്ചു തരാം. അപ്പോൾ ആ ഓർഡർ ഏതാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ആ ഓർഡർ നമ്പറും അത് തിരിച്ചയച്ചു തന്നാൽ മതി. ഇത് മതി എന്ന് പറഞ്ഞാൽ അയച്ചു തന്നാൽ നമുക്കത് അതിൻ്റെ കൂടെ അഡ്രസ്സ് കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് അയച്ചു തരാം. അപ്പോൾ നിർത്തല്ലേ, ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാലൊന്ന് പറയാ. ഇവര് മൂന്നാളും പറയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യം പറയാച്ചല്ലേ, എന്റെ വായിലെ വെള്ളമൊക്കെ വറ്റി കുറെ നേരമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. പറഞ്ഞ സുകന്യെ വെള്ളം കുടിക്കുക. സുകന്യ പറയുന്നത് അതാണ്. അപ്പം എന്തായാലും വെള്ളം കുടിപ്പിക്കുകയാണ് സുകന്യ. അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. നാളെ കാണാം കേട്ടോ.